ശ്രീ രതീഷ് ചക്രപാണി, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. രതീഷ് ചക്രപാണി, ഈ സംസ്ഥാനങ്ങളുടെ കീഴിൽ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ്, അല്ലെങ്കിൽ ജീർണതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കപ്പെടാവുന്ന പരിധിയിൽ നമ്മൾ കണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ് ഇങ്ങനെ ഏകീകരിച്ച് നശിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഈ സഞ്ജീവ് അക്കമിട്ട് നിരത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഓരോ കനീഭവിച്ച തെറ്റുകളും ജീർണതയും, അതിനപ്പുറത്തേക്ക് ഇതിൽ വലിയൊരു മാഫിയയുടെ സാധ്യത തന്നെ തുറക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ നീറ്റിൻ്റെ മാത്രം CBSE അടക്കം ഒന്നും എടുക്കണ്ട, നീറ്റിൻ്റെ മാത്രം പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോച്ചിങ് സെൻറ്ററുകൾ അടിച്ചെടുക്കുന്നത്. ഈ ടെലിഗ്രാമിലൂടെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ലീക്കാവുകയും രാജസ്ഥാനിലെ യുവമോർച്ച നേതാവ് വഴി ഇത് പുറത്തു പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിലുള്ള വലിയ സാമ്പത്തികമായ ക്രമക്കേടിൻ്റെ വലിയ മാഫിയാവൽക്കരണമുണ്ട്. ഇതൊക്കെ നാം കാണണം ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലേ രതീഷ് ചക്രപാണി? തീർച്ചയായിട്ടും അജിംഷാദെ, എനിക്കിനി സമയം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പറയാനുണ്ട്. അത് നീറ്റ് പരീക്ഷയിലേക്ക് വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഇന്ത്യയിലെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പ്രേക്ഷകർ. ആ മെഡിക്കൽ എഡ്യൂക്കേഷൻ വഴി ഇത് സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത് വഴി ഏറ്റവും കുറഞ്ഞത് 1,00,000 കോടി രൂപയുടെ വലിയ കൊള്ളയാണ് കേന്ദ്ര ഗവൺമെൻറ്റുകളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികളോ ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിന് ഞെട്ടിക്കുന്ന കണക്കുകൾ പറയാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഇവിടെ 146 കോടി ജനങ്ങളാണുള്ളത്. ആ ജനങ്ങൾക്ക് വേണ്ട ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 4.2 മില്യൺ എന്ന് പറഞ്ഞാൽ 42 ലക്ഷത്തോളം വരുന്ന ഡോക്ടേഴ്സാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ളത് 1.39 എന്ന് പറഞ്ഞാൽ 13,90,000 വരുന്ന ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് സ്പെഷ്യലൈസേഷനിലേക്ക് വരുമ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇതിനകത്ത് പിന്നെയും ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് മുഴുവൻ പോകുന്നില്ല. ഇപ്പോൾ കാർഡിയോളജി 10 ലക്ഷം പേർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് 65 പക്ഷെ നമുക്ക് 10 പേര് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. 55 ഷോർട്ടേജാണ് 10 ലക്ഷം പേരുടെ കാര്യത്തിൽ. അതുപോലെ ജനറൽ സർജറിയുടെ കാര്യത്തിൽ 74 വേണ്ടത്, അതിൽ 2 ഉള്ളൂ, 72 ഷോർട്ടേജാണ്. പീഡിയാട്രീഷ്യൻ്റെ കാര്യത്തിൽ 113 വേണ്ടത്, പക്ഷേ 663 വേണ്ടത്, അതിൽ 113 ഉള്ളൂ, 550 ഷോർട്ടേജാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ വലിയ രീതിയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ ഷോർട്ടേജ് ഉണ്ട് ഡോക്ടർമാരുടെ കാര്യത്തിൽ. ഇന്ത്യ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 4.1 ഡോക്ടേഴ്സാണ്. 1,00,000 പേർക്ക് നമുക്ക് 4.1 ഡോക്ടേഴ്സാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. USA അത് 8.5 ജർമ്മനി 12 ബ്രിട്ടൻ 13.1 ഡെൻമാർക്ക് 21.2 ഇതിങ്ങനെ തന്നെ ഈ ഷോർട്ടേജ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? 1950കളിൽ നമുക്ക് 28 മെഡിക്കൽ കോളേജുകളിലായി ഏതാണ്ട് 2,000-2,500 സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 800-ലധികം മെഡിക്കൽ കോളേജുകളിലായിട്ട് 1,37,000 സീറ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 5-10 സീറ്റ് കുറയും, 36,997 സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സീറ്റുകളേ ഉള്ളൂ. ഈ സീറ്റുകൾ വഴി എന്താണ് വലിയ ലാഭം ഇത്തരത്തിൽ സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത്? എന്താണ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി പങ്കാളിത്തമുള്ള ടെസ്റ്റ് നടത്തിയുള്ള കുഴപ്പമെന്ന് വിചാരിച്ചാൽ ഈ വലിയ ലാഭം കിട്ടില്ല, ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ പണം കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കണക്കുകൾ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ 2019 185 ഗവൺമെൻറ് കോട്ട സീറ്റുകളിൽ, ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ CBI എടുത്തേക്കുന്ന കേസാണ്, ഒരു സീറ്റിന് 50-65 ലക്ഷം രൂപ വീതം 100 കോടി രൂപക്ക് വിറ്റു എന്ന് പറയുന്ന ഒരു കേസുണ്ട് 2019 മാത്രം. ഇനി 2021 വരുമ്പോൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഇൻ കർണാടക, അവിടുത്തെ ഇൻകം ടാക്സ് കണ്ടെത്തിയേക്കുന്നത് 402.78 കോടി രൂപയുടെ ഇല്ലീഗൽ മണി ട്രാൻസ്ഫർ നടന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കോഴപ്പണം നടന്നു എന്നാണ്. അടുത്തത് ഹൈദരാബാദ്, തെലങ്കാന, 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസാണ്. 12 മെഡിക്കൽ കോളേജുകളിലായിട്ട് 100 കോടി രൂപ 2016 മുതൽ 2022 വരെ നടന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് വായിച്ചാൽ നീണ്ടുപോകും, ലിസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഇത് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി ഇടപെട്ടിട്ട് 2025 പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കാം അവസാനിപ്പിക്കണം, ഇത് വലിയ കൊള്ളയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പകുതി നിർദ്ദേശങ്ങൾ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. പകരം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനെയും കൂടി സെൻട്രലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രലൈസ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ഫീസുകളെല്ലാം ഒരുപോലെയുള്ളതല്ല. ഇപ്പം ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസ് കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ 50 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. അതേസമയം NRI കോട്ടയിൽ വേറൊരു ഫീസാണ്, അതിൻ്റെ 5 ഇരട്ടി ഫീസാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലുള്ള സീറ്റിൽ അതിനേക്കാൾ വളരെ കുറവാണ്.
ഞാനിപ്പോൾ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലും അതുപോലെ തന്നെ NRI കോട്ടയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളത് എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള കുട്ടികളുടെ സീറ്റുകൾ കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നീറ്റ് പരീക്ഷയിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒക്കെ വരുന്ന ഒരു കുട്ടിയെ കാണുകയും അവനൊരു 5-10 ലക്ഷം രൂപ കൊടുക്കുകയും അവനോട് മറ്റൊരു പ്രൈവറ്റ് കോളേജിലെ സീറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലെ സീറ്റ് കൂടി നിന്നോട് ഹോൾഡ് ചെയ്യാൻ പറയുകയും ചെയ്യും. അപ്പോൾ അവരത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ഏറ്റവും ഒടുവിൽ ഈ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഹോൾഡ് ചെയ്ത് സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അത് കോളേജിന് കിട്ടും. അപ്പോൾ കോളേജ് അങ്ങനെ വിറ്റിട്ടുള്ളത് 4.23 കോടി രൂപക്കാണ് ഒരു സീറ്റ് വിൽക്കുന്നത്. ഇന്ത്യയിലെ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ, അതായത് ഗവൺമെൻറ് ഏജൻസികൾ തന്നെ പറയുന്നത് അങ്ങനെ തന്നെ 18,000-ഓളം MBBSൻ്റെയും PGയുടെയും സീറ്റുകൾ ഫേക്കായിട്ട് NRI കോട്ടകളിലും ഇതുപോലെ തന്നെ EWS കോട്ടയും ഉണ്ടാക്കിയിട്ടുള്ള ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അതുവഴി കൃത്യമായി ഏജൻറ്റിന് കാശ് കൊടുത്ത് ഇതുപോലെ ടോപ്പറിന് കാശ് കൊടുത്ത് ചെറിയൊരു പണം കൊടുത്തുകൊണ്ട് കോളേജുകൾ വലിയ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അജീം ഷാദ് മനസ്സിലാക്കേണ്ടത്, ഒരു 20,000 സീറ്റുകൾ അങ്ങനെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ 80,000 കോടി രൂപയിലധികം വരുന്ന കൊള്ള ലാഭമാണ് ഇതുവഴി കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതും കൂടി പോരാതെ, അതായത് അത്തരത്തിൽ സീറ്റ് വിറ്റ് കിട്ടുന്ന കാശ് കൂടി പോരാതെ അത്യാർത്ഥി മൂത്ത് ഇവർക്ക് തോന്നി എന്ന് പറഞ്ഞാൽ നീറ്റ് കൂടി അങ്ങോട്ട് എന്ത് ചെയ്തേക്കാം, നമുക്ക് വിൽക്കാം എന്ന് വിചാരിച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 250 കോടി രൂപയുടെ പണമാണ് അതുവഴി കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഞാൻ പണ്ട് IIMൻ്റെ കാറ്റ് എഴുതാൻ പോയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ആ ലീക്കാകാൻ വേണ്ടി ഓൾ ഇന്ത്യ ലെവലിൽ നെറ്റ്വർക്കുകളുണ്ട്. ആ നെറ്റ്വർക്കുകളിൽ നേരത്തെ ഇവിടുത്തെ SFIയുടെ നേതാവ് പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഭാഗമാക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, വലതുപക്ഷ പ്രവർത്തകരൊക്കെ തന്നെ ഭാഗമാക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ. ആ ഭാഗമാക്കായിട്ടുള്ള ആളുകളുടെ വലിയ പണം കിട്ടുന്നത് കൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത് പുറത്തേക്ക് കളയാൻ മടിക്കുന്നത്. കാരണം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ദ മണിമാൻ എന്നാണ് BJPയുടെ. ആ മണിമാനും കോർപ്പറേറ്റ് വേൾഡിലും കിട്ടുന്ന ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ഇതുവഴി വരുന്നു. എവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മണി റീപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് 1,37,000-ഓളം വരുന്ന MBBS സീറ്റുകൾ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ MBBS സീറ്റുകളുടെ കാര്യം മാത്രമാണ് കേട്ടോ അജീം ഷാദെ. നിങ്ങൾ അറിയേണ്ടത് 2.5 ലക്ഷത്തോളം സീറ്റുകൾ ടോട്ടലി ഉണ്ട് നീറ്റ് വഴി. അപ്പോൾ ആ സീറ്റുകളിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇനി IITകളുടെ പരീക്ഷ എഴുതുന്ന 16 ലക്ഷം കുട്ടികളുണ്ട്, അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു കൊല്ലം ഒരു 2-3 ലക്ഷം കോടി രൂപ ഉണ്ടാക്കുന്ന പണം കൊയ്യുന്ന വലിയ പദ്ധതിയാണിത്. അതിനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും നടത്തിയാൽ ശരിയാവില്ല, ഞങ്ങൾ നടത്തിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സെൻട്രലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ മാറിയാലും ഇല്ലെങ്കിലും നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ മാറുമ്പോൾ ഇത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി ഒരു വെളിച്ചം വീശലാകും. താൽക്കാലികമായെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് ഗവൺമെൻറ് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടി, 93 കുട്ടികളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ മരണപ്പെട്ടത്. ഇപ്പം തന്നെ പറഞ്ഞു 22 കുട്ടികൾ ഈ അടുത്ത് കൊല്ലപ്പെട്ടു ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഈ കൊല്ലാതെ, അതായത് മരിക്കാതെ മരണപ്പെട്ടിട്ടുള്ള നിരവധി കുട്ടികളുണ്ട്. കാരണം 5 കൊല്ലം അവൻ്റെ ജീവിതത്തിലെ വളരെ ഇൻറ്റൻസായ തീവ്രമായിട്ടുള്ള കോച്ചിങ്ങിലൂടെ പോയതിന് ശേഷം ആ കോച്ചിങ്ങിലെ പ്രഷർ താങ്ങാൻ വയ്യാതെ 24 കുട്ടികൾ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. 23 കുട്ടികൾ 2023 ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 17 കുട്ടികൾ ഏറ്റവും ഒടുവിലത്തെ വർഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ള കുട്ടികളിൽ എത്ര പേർക്ക് മാനസിക അസ്വാസ്ഥ്യം വന്നിട്ടുണ്ടാവും നമ്മളൊന്ന് ആലോചിക്കണം. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ മാഞ്ഞാലിയിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതിൻ്റെ വാർത്തയുടെ ഏറ്റവും ഒടുവിലൊരു വരിയുണ്ട്. കാരണം അവിടെയുള്ള ഒരു ബസ് ഡ്രൈവർ ചാടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയതിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതി വെച്ചത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. തീർച്ചയായും.